പണ്ടൊരിക്കല് M.A. ടോറി എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരന് അദ്ദേഹം എന്താണ് വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ദുർനടപ്പുകാരനാണ്. അവന്റെ അമ്മ ഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എപ്പോഴും ഈ M.A. ടോറിയുടെ അമ്മ മോനോട് ഉപദേശിക്കും, മോനെ യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചടാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നതാ, അവനെ നീ തിരിച്ച് സ്നേഹിക്കുമ്പോൾ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നൊക്കെ പറയുമ്പോഴേ ഈ M.A. ടോറി എന്താണ് കഠിനമായിരിക്കുന്ന വെറുപ്പ് കൊണ്ട് അവനെ നിറയും. അവൻ പറയും, എനിക്ക് ഈ അമ്മയും വേണ്ട, ഈ അമ്മയുടെ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ദിവസം അവൻ വീട് വിട്ട് പുറത്തു പോവുകയാണ്. ഇനി വീട്ടിലേക്കില്ല, ഈ അമ്മയുടെ മുഖം എനിക്ക് കാണണ്ട, ഈ അമ്മ പറയുന്ന ദൈവത്തെ എനിക്ക് ഒട്ടുമേ ഇഷ്ടവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട് വിട്ട് കടന്നു പോവുകയാണ്. അമ്മ പുറകെ നിലവിളിച്ച, മോനെ നീ പോകരുതടാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോകും, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ഈ M.A. ടോറി അല്പം മുമ്പോട്ട് പോയപ്പോൾ അമ്മ പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ നീ പൊക്കോ, കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെടുമ്പോൾ അമ്മയുടെ ദൈവത്തെ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ അമ്മയെ വിട്ട് പോകുകയല്ലയോ, ദൈവത്തെ വിട്ട് പോകുകയല്ലയോ, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുമ്പോൾ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നീ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബഹുസമ്പന്നനായിരിക്കുന്ന M.A. ടോറി യൗവനക്കാരുമായിട്ട് ചേർന്ന സകലവിധമായിരിക്കുന്ന പാപപ്രവൃത്തികളും മദ്യപാനവും മയക്കുമരുന്നും അനവധി നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ ജീവിച്ചു. കാലക്രമേണ തന്റെ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും നിരാശാമുഖമായിരിക്കുന്ന അനുഭവമാണ്. അവസാനം ആത്മഹത്യത്തിലേക്ക് തിരികെയാണ്. കള്ളും കഞ്ചാവും മാത്രമല്ല, പാപം ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവരും വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. മരിച്ചു പോകുന്ന മനുഷ്യനെ ആരാധിക്കുന്നവൻ വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കുടുംബവും അങ്ങനെയുള്ള സമൂഹവും നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, M.A. ടോറിയുടെ കാലങ്ങൾ മുമ്പോട്ട് കടന്നു പോയപ്പോഴും അവന്റെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ അവനെ നാശയോഗ്യമാക്കി തീർത്തു. അവൻ ജീവിതം വെറുത്തു. ഇനി ആത്മഹത്യ മാത്രമേ വഴിയുള്ളെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ കൈത്തോക്കെടുത്ത് ചെവിയിലേക്ക് തിരികെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പാൻ അവൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അമ്മയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ വാക്കുകൾ അവന്റെ ചെവികളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് അലയടിച്ചു പോവുകയാണ്. മോനെ, നിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ നീ നിന്റെ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കും. അവൻ അവിടെ മുഴങ്കാൽ അമർത്തി പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മയുടെ ദൈവമേ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് നാശത്തിൽ നിന്ന് വിടുവിക്കണമേ, എന്റെ ഹൃദയത്തിൽ ഒരു സമാധാനം തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ അവന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു. ഈ കുടില ബുദ്ധിക്കാരനായിരിക്കുന്ന, ഈ മദ്യപാനിയായിരിക്കുന്ന, ഈ അഹങ്കാരിയായിരുന്ന M.A. ടോറി അവന്റെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ചതോടെ അവൻ പുതിയൊരു സൃഷ്ടിയായിട്ട് തീർന്നു. അവൻ തെരുവോരങ്ങളിലും മദ്യപാനത്തിലും മറ്റു വിധമായിരിക്കുന്ന അനവധി തെറ്റായിരിക്കുന്ന വഴികൾക്ക് കൂടെ പോയ ആയിരക്കണക്കിന് യൗവനക്കാരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തിയ ഒരു നല്ല സുവിശേഷകനായിട്ട് പിൻകാലങ്ങൾ അറിയപ്പെട്ടു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സ്വഭാവങ്ങളെ മാറ്റിക്കളയുന്ന, ഏത് അസമാധാനത്തെയും സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന, ഏതൊരു വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്ന ഈ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്